നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപെർഫെക്ഷൻസിനെ കുറിച്ചാണ്. സോളിഡ്സിന്റെ ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫെക്ട്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കുക, ഒരു ക്രിസ്റ്റലിന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്താണ്, റെഗുലർ ആയിട്ട് നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസിന് നമ്മൾ എന്ത് പറയും? പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ക്രിസ്റ്റലിനെ പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയും. ഓക്കെ, ഐഡിയൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സപ്പോസ് ഇതിലൊരു ആറ്റം പെട്ടെന്ന് ഇവിടുത്തെ ഒരു ആറ്റം മിസ്സായി വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ അതിന്റെ റെഗുലർ ഓർഡറിന് എന്ത് പറ്റി? ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിച്ചു അല്ലെ. അല്ലെങ്കിൽ ഇതാ ഇവിടുത്തെ ഇത്രയും ആറ്റംസ് അങ്ങ് മിസ്സായി വിചാരിച്ചോളൂ. നോക്കിക്കേ, അപ്പൊ ആ റെഗുലർ ക്രിസ്റ്റലിന് എന്ത് പറ്റി? ഒരു ഇറഗുലാരിറ്റി വന്നു. അതായത് ഉണ്ടായിരുന്ന ആറ്റത്തിന് ചില മാറ്റങ്ങൾ വന്നു. സോ ആ ക്രിസ്റ്റൽ പെർഫെക്റ്റ് ഫോം ചെയ്യുന്നു. എന്ത് പറ്റി? ഡിഫെക്റ്റ് വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇംപെർഫെക്ഷൻസ്? ഇറഗുലാരിറ്റി ഓഫ് ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽസ്. ഒരു ഇറഗുലാരിറ്റി, പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിസ്റ്റലിൽ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി വന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇംപെർഫെക്ഷൻ. ഒരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഈ ഇറഗുലാരിറ്റി വരുന്നത് മേ ബി ഒരു ആറ്റത്തിനാവാം. നമ്മളിപ്പോ വരച്ചതുപോലെ ഇങ്ങനെ ക്രിസ്റ്റൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു, പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ആറ്റത്തിനാണ് ഡിഫക്റ്റ് വരുന്നത് എങ്കിൽ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആറ്റം കാരണമാണ് ആ ഡിഫക്റ്റ് ഉണ്ടായതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ്. എന്താ പറയാ? പോയിന്റ് ഡിഫക്റ്റ്. ഓക്കെ, ഇറഗുലാരിറ്റി ഈസ് ഡ്യൂ ടു വൺ ആറ്റം. ഒരു ആറ്റം കൊണ്ടുണ്ടാവുന്ന ഇറഗുലാരിറ്റിയെ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ്. സപ്പോസ് ചിലപ്പോ ഇവിടെ ആറ്റംസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിനകത്ത് ഇതാ ഈ ഒരു ലൈൻ, അതായത് ഈ ആദ്യത്തെ ലൈൻ കണ്ടോ, ഇവിടുത്തെ മുഴുവൻ പാർട്ടിക്കിൾസ് മിസ്സായി വിചാരിച്ചോളൂ. ഇവിടെയാണെങ്കിലോ ഒരു ലൈൻ ഓഫ് ആറ്റം, നേരെ ഉണ്ടായിരുന്ന ഒരു ലൈനിൽ മൊത്തം ആറ്റംസ് മിസ്സായി. സോ അങ്ങനെയുള്ള ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ്. എന്താ പറയാ? ലൈൻ ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറഗുലാരിറ്റി ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽ സിസ്റ്റം. ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തില് ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടായാൽ അതിനെ പറയുന്നതാണ് ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ്. രണ്ട് രീതിയിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവാം. പോയിന്റ് ഡിഫക്റ്റും ഉണ്ട്, ലൈൻ ഡിഫക്റ്റും ഉണ്ട്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റലിലെ ഏതെങ്കിലും ഒരാറ്റമാണ് മിസ്സാവുന്നത്. ഒരാറ്റം മൂലമുണ്ടാവുന്ന ഡിഫക്റ്റ് ആണെങ്കിൽ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നു. അതേ സമയത്ത് ലൈൻ ഓഫ് ആറ്റം, നേരെയോ അതായത് എക്സ് ആക്സിസ് പോലെ നേരെ കിടക്കുന്നതോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടോ ഉള്ള ഒരു ലൈനിലെ മൊത്തം ആറ്റം മിസ്സാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫക്റ്റ് എന്താണെന്നായിരുന്നു. ഇറഗുലാരിറ്റി ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ സിസ്റ്റം. ഇറ്റ് ഈസ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുണ്ട്, പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു വൺ ആറ്റം ആൻഡ് ലൈൻ ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു എ ലൈൻ ഓഫ് ആറ്റം, മേ ബി ത്രൂ വെർട്ടിക്കൽ ലൈൻ ഓർ ത്രൂ ഹൊറിസോണ്ടൽ ലൈൻ. ഏതെങ്കിലും ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് പാർട്ടിക്കിൾസിന് ആണ് ഡിഫക്റ്റ് വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പൊ പോയിന്റ് ഡിഫക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഡീവിയേഷൻ ഓഫ് എ സിംഗിൾ ആറ്റം. ഒരു ആറ്റത്തിനുണ്ടാവുന്ന ഡീവിയേഷൻ കൊണ്ട് വരുന്ന ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഡിഫക്റ്റ് മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള പോയിന്റ് ഡിഫക്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. രണ്ടാമത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പോയിന്റ് ഡിഫക്റ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. നമുക്ക് പോയിന്റ് ഡിഫക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ലൈൻ ഡിഫക്റ്റിനെ പറ്റി നമുക്ക് +2 ലെവലിൽ പഠിക്കാനില്ല, ഹയർ ക്ലാസ്സസിലാണുള്ളത്.
അപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള പോയിന്റ് ഡിഫക്റ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ആണ്. അപ്പം അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റിനായിട്ടും 1 മാർക്ക് ക്വസ്റ്റിനായിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിഫക്റ്റ് ഡ്യൂ ടു 1 ആറ്റം. ഒരു ആറ്റം കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് പോയിന്റ് ഡിഫക്റ്റ്. 1 ആറ്റം എന്ന് വിചാരിക്കണം എന്നില്ല, ആറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്റ്റ്. ഓക്കെ, ലൈൻ ഓഫ് ആറ്റം ആണെങ്കിലാണ് ലൈൻ ഡിഫക്റ്റ്. ഡ്യൂ ടു ഡീവിയേഷൻ ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റം കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്റ്റ്. ഇനി അത് തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്റ്റോഷിയോമെട്രിക്, ഇംപ്യൂരിറ്റി ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പറയാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ, അതായത് ക്രിസ്റ്റലിന്റെ ടോട്ടൽ സ്റ്റോഷിയോമെട്രിയെ ഇത് ബാധിക്കില്ല. ക്രിസ്റ്റലിന്റെ ടോട്ടൽ സ്റ്റോഷിയോമെട്രിനെ ഇത് ബാധിക്കില്ല. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനോ അല്ലെങ്കിൽ അതിന്റെ എത്ര പെർസെൻറ്റേജ് എടുത്തിരിക്കുന്നു അതിനൊന്നും വേരിയേഷൻ വരില്ല. അങ്ങനെയുള്ളതാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന് വേറൊരു പേരുണ്ട്, തെർമോഡൈനാമിക് ഡിഫക്റ്റ്. തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ഓക്കെ, തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം ഡ്യൂ ടു തെർമോഡൈനാമിക് ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ഹീറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ +1. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, ഹീറ്റ്, എൻതാൽപ്പി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തെർമോഡൈനാമിക് ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ മറ്റൊരു പേരെന്താണ്? തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ഓക്കെ, ഇനി ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ നമുക്ക് പൊതുവെ അറിയാം, സോളിഡ്സ് 2 രീതിയിലുണ്ട്. അയോണിക് സോളിഡ്സും ഉണ്ട്, നോൺ അയോണിക് സോളിഡ്സും ഉണ്ട്. അപ്പോൾ നോൺ അയോണിക് സോളിഡ്സ് അതുപോലെ തന്നെ അയോണിക് സോളിഡ്സ്, 2 ടൈപ്പിലുള്ള സോളിഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നോൺ അയോണിക് സോളിഡ്സും അയോണിക് സോളിഡ്സും. ഓക്കെ, നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന 2 സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണുള്ളത്. ഒന്ന് വേക്കൻസി ഡിഫക്റ്റ്. ഓക്കെ, പിന്നെ ഒരെണ്ണം ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇതാണ്. പോയിന്റ് ഡിഫക്റ്റ് 3 ടൈപ്പ് ഉണ്ട്: സ്റ്റോഷിയോമെട്രി, ഇംപ്യൂരിറ്റി, നോൺ സ്റ്റോഷിയോമെട്രി. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ചാണ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ പ്രത്യേകത, അത് സ്റ്റോഷിയോമെട്രീനെ, അതായത് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ സ്റ്റോഷിയോമെട്രീനെ ബാധിക്കുന്ന ഒന്നായിരിക്കില്ല. പിന്നെ ഓർത്തിരിക്കേണ്ടത്, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നോൺ അയോണിക് സോളിഡ്സും കാണിക്കുന്നുണ്ട്, അയോണിക് സോളിഡ്സും കാണിക്കുന്നുണ്ട്. അതിൽ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത്. നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഏതൊക്കെയാണ്? വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പൊ നമുക്ക് എന്താ വേക്കൻസി ഡിഫക്റ്റ് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം വിചാരിച്ചോളുക. അതിനകത്ത് എന്താണ്? ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ആറ്റം മിസ്സാവും. കണ്ടോ, മിസ്സാവുക എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, അവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും ആ ആറ്റം ഉണ്ടായിരുന്ന പൊസിഷനിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഏത് ഡിഫക്റ്റ് പറയുന്നത്? വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ വേക്കൻസി ഉണ്ടാവാൻ കാരണം ചിലപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടോ, പ്രഷർ ചേഞ്ച് കൊണ്ടോ, ഹീറ്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ ആറ്റം എന്ത് ചെയ്തത്, അവിടുന്ന് മിസ്സായത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഇങ്ങനെ ആറ്റം അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഈ വേക്കൻസി ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, നോർമൽ ക്രിസ്റ്റലിന് വേക്കൻസി ഡിഫക്റ്റ് വന്നാൽ അതിന്റെ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഡെൻസിറ്റി എന്താ സംഭവിക്കുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. എന്ത് സംഭവിക്കുന്നു? ഡെൻസിറ്റി കുറയുന്നു. നോക്കിക്കേ, ആദ്യം നോർമൽ ഒരു കുഴപ്പമില്ലായിരുന്നപ്പോൾ അതിനകത്ത് ഇപ്പൊ ഞാൻ വരച്ചതനുസരിച്ച് 8 പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് ഒരെണ്ണം മിസ്സായി, അപ്പോൾ 7. അതായത് പൊതുവെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒരാറ്റം തന്നെ ഇല്ല കേട്ടോ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ 1-2 ആറ്റം ഒക്കെ പോവാം. അപ്പോൾ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന 2 സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് വേക്കൻസി ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ. വേക്കൻസി ഡിഫക്റ്റ് മനസ്സിലായോ? നോർമൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്ന ഒരു ക്രിസ്റ്റലിൽ നിന്ന് ഒരു ആറ്റം മിസ്സാവുന്നു. അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഒരു ആറ്റം മിസ്സാവുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയും. അതാണ് വേക്കൻസി ഡിഫക്റ്റ്. ക്ലിയർ അല്ലേ?
ദെൻ നെക്സ്റ്റ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം എടുത്തു. ഇവിടെ ഇതുപോലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്, റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ആദ്യം ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇതിന്റെ ഈ ആറ്റങ്ങളുടെ ഇടയിൽ വരുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതാ ഇവിടെ, ഈ സ്പേസിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഓക്കെ, ഈ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ വരുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ആ സ്പേസിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ആറ്റം അല്ലെ പാർട്ടിക്കിൾസ് വന്ന് ഓക്യുപ്പൈ ചെയ്യുക. ഉള്ള ആറ്റം അല്ലാതെ പുതിയതായിട്ടൊരു ആറ്റം അല്ലെ പാർട്ടിക്കിൾസ് ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നു. അതിനെയാണ് ഏത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡെൻസിറ്റിക്ക് എന്താ സംഭവിച്ചത്? ഡെൻസിറ്റി എന്ത് ചെയ്തു? ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കിൾ വരിക ചെയ്തത്. അപ്പൊ ഡെൻസിറ്റി എന്ത് സംഭവിച്ചു എന്ന് പറയാം? ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആരൊക്കെയാ കാണിക്കുന്നത്? നോൺ അയോണിക് സോളിഡും കാണിക്കുന്നുണ്ട്, അയോണിക് സോളിഡും കാണിക്കുന്നുണ്ട്. അതിൽ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന രണ്ടെണ്ണമാണ് വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഒരു ആറ്റം മിസ്സായി. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാലോ ഒരു പുതിയ ആറ്റം ഇന്റർസ്റ്റീഷ്യലിലേക്ക് എൻ്റർ ചെയ്തു. വേക്കൻസിയിൽ ഡെൻസിറ്റി കുറയുന്നു, ഇന്റർസ്റ്റീഷ്യലിൽ ഡെൻസിറ്റി കൂടുന്നു. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഷോൺ ബൈ നോൺ അയോണിക് സോളിഡ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്? വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ക്ലിയർ ആണോ? വേക്കൻസി ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് ആൻ ആറ്റം. അതേസമയത്ത് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ന്യൂ ആറ്റം എൻ്റർ ഇൻ ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ഓക്കെ, അതാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ഇൻ നോൺ അയോണിക് സോളിഡ്സ്. ഇനി ഇതുപോലെ ആരുടെ കാര്യത്തിൽ നമ്മൾ പഠിക്കണം? അയോണിക് സോളിഡിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എപ്പോഴും അത് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നോൺ അയോണിക് സോളിഡ്സ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ആരുടെ കേസിലാണ്? അയോണിക് സോളിഡ്സിന്റെ കേസിലാണ്. അയോണിക് സോളിഡ്സ്. ഓക്കെ, അയോണിക് സോളിഡ്സിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ, അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. മെയിൻ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക ഏത് ടൈപ്പിലെ സോളിഡ് ആണ് ഇത് കാണിക്കുന്നത്? അയോണിക് സോളിഡ്സ്. ഓർത്തിരിക്കുക, അയോണിക് സോളിഡ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ഫ്രെങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആ പേരിന്റെ സ്റ്റൈൽ കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് ആരാണ്? അയോണിക് സോളിഡ്സ് ആണ്. വേക്കൻസി ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ കാണിക്കുന്ന ആരായിരുന്നു? നോൺ അയോണിക് സോളിഡ്. ഇത് നാലും ഏതിൽ പെടുന്നതാണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ പെടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന്. ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ കാറ്റയോൺ ഉണ്ടല്ലോ, അതായത് ഇപ്പം അയോണിക് സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അയോണിക്, ഒരാൾ പ്ലസ് ചാർജ് ഉള്ള ആറ്റം ആയിരിക്കും, അടുത്ത് വന്നേക്കുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റം ആയിരിക്കും. പ്ലസും മൈനസും അങ്ങനെയുള്ള സോളിഡ് ആയിരിക്കും അയോണിക് സോളിഡ് എന്ന് പറയുന്നത്. അതിൽ പ്ലസ് ചാർജ് ഉള്ള ആളെ നമ്മൾ പറയുന്ന പേരാണ് കാറ്റയോൺ, നെഗറ്റീവ് ചാർജ് ഉള്ള ആളെ പറയുന്ന പേരാണ് ആനയോൺ. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രെങ്കൽ ഡിഫക്റ്റ് വരാനുള്ള പ്രധാന കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കാറ്റയോൺ മസ്റ്റ് ബി ലെസ് ദാൻ ആനയോൺ. ഓക്കെ, കാറ്റയോണിന്റെ സൈസ് ആരുടെ സൈസിനേക്കാൾ ചെറുതായിരിക്കണം? ആനയോണിന്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഏത് ഡിഫക്റ്റ് വരൂ? ഫ്രെങ്കൽ ഡിഫക്റ്റ് വരൂ. കാറ്റയോണിന്റെ സൈസ് ആനയോണിന്റെ സൈസിനേക്കാൾ ചെറുതാണെങ്കിൽ ഏത് ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്? ഫ്രെങ്കൽ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന്. ഈ കണ്ടീഷൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ പിക്ചർ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ വരച്ച പോലെ ഞാനൊരു ക്രിസ്റ്റലാണ് എടുത്തിരിക്കുന്നത്. ഈ ക്രിസ്റ്റലില് കാറ്റയോണിന്റെ സൈൻ പ്ലസ് ആണെന്ന് അറിയാലോ. അപ്പൊ കുഞ്ഞി പ്ലസ്, വലിയ മൈനസ്, കുഞ്ഞി പ്ലസ്, കുഞ്ഞി പ്ലസ്, വലിയ മൈനസ്, കുഞ്ഞി പ്ലസ്, വലിയ മൈനസ്, കുഞ്ഞി പ്ലസ്, വലിയ മൈനസ്. കണ്ടോ? കുഞ്ഞി പ്ലസ് എന്ന് പറയാൻ കാരണം എന്താ? കാറ്റയോൺ ആയതുകൊണ്ടാണ് കേട്ടോ. ആനയോൺ വലുതായിരിക്കണം, കാറ്റയോൺ ചെറുതായിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ.
ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള അത്ര ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും ഞാൻ പറയാണ്, ആനയോണിന്റെ ഇടയിലാണ് ആരിയിരിക്കുന്നത്? കാറ്റയോൺ. നോക്കുക, ഈ ഇവിടുന്ന് ഉള്ള ഈ 2 ആനയോൺസ് കണ്ടോ? ഇപ്പുറത്ത് ഇപ്പൊ ഇതിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരെണ്ണത്തെ എന്താ സംഭവിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും വലിയ ആറ്റംസ് ആണ്. അവിടുന്ന് ഇപ്പൊ നമ്മള് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വരുന്നത് എപ്പോഴാ? ഏതെങ്കിലും തെർമോഡൈനാമിക് ഫാക്ടർ വരുമ്പോഴാന്ന് തോന്നുന്നു. ടെമ്പറേച്ചറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ ഇത് കണ്ടോ, ഈ 2 ആറ്റം ടെമ്പറേച്ചർ ചേഞ്ചോ പ്രഷർ ചേഞ്ചോ വരുമ്പോൾ ഇവർക്ക് അനക്കം വരും. അതായത് അവരവരുടെ പൊസിഷനിൽ നിന്ന് അനങ്ങി തുടങ്ങും. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുമ്പോൾ നേരെ എന്ത്, ഈ ഇടയിൽ കിടക്കുന്ന ആളെ കണ്ടോ, അയാൾക്ക് ഇടി കിട്ടും. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്യും? ഇത് കുഞ്ഞതായതുകൊണ്ട് അവിടുന്ന് ചാടിപ്പോവും. അതാണ് ശരിക്കും ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? കാറ്റയോണിന്റെ സൈസ് ആനയോണിന്റെ സൈസിനേക്കാൾ ചെറുതായതുകൊണ്ട് ഈ പറയുന്ന കാറ്റയോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് മാറും. ഇതാ ഇവിടെ നിന്ന് അങ്ങ് ചാടും. ഓക്കെ, അവിടെ നിന്ന് ചാടിയിട്ട് ഇതാ വേറെ എവിടെയെങ്കിലും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയി ഓക്യുപ്പൈ ചെയ്യും. ഒറിജിനൽ സൈറ്റിൽ നിന്ന് ചാടി, അപ്പൊ ഇവിടെ എന്ത് വന്നു? വേക്കൻസി വന്നു. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വേക്കൻസി വന്നല്ലോ. അപ്പൊ ഇവിടെ ഒരു വേക്കൻസിയും വന്നു. എന്നിട്ട് അത് എവിടെ പോയിരുന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിരുന്നു. അപ്പൊ വേക്കൻസിയും ഉണ്ടായി, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലും ഒരു എന്ത് വന്നു? ആറ്റം വന്ന പോലെയായി. ക്ലിയർ ആണോ? അപ്പോൾ വേക്കൻസി ഡിഫക്റ്റും വന്നു എന്ന് പറയാം, ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വന്നു എന്ന് പറയാം. ആസ് എ റിസൾട്ട് ശരിക്കും എന്താ സംഭവിച്ചത്? കാറ്റയോൺ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് എങ്ങോട്ട് മാറി? ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഡിഫക്റ്റിന് വേറൊരു പേരാണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഓക്കെ, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. പിന്നെ എന്താ പറഞ്ഞത്? വേക്കൻസി വരികയും ചെയ്തു, എന്നിട്ട് എന്ത് വന്നു എന്നാ പറഞ്ഞത്? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഫ്രങ്കൽ ഡിഫക്റ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കാറ്റയോണിന്റെ സൈസ് ആനയോണിന്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് ഫാക്ടറിന്റെ ചേഞ്ച് വരുമ്പോൾ ശരിക്കും ഈ ആനയോൺസ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന്. ആസ് എ റിസൾട്ട് 2 വശത്തു നിന്നുള്ള പ്രഷർ കാരണം ഈ കാറ്റയോൺ എന്ത് ചെയ്യും? അവിടുന്ന് ചാടും. അവിടുന്ന് ചാടുമ്പോൾ അവിടെ വേക്കൻസി വരും. അത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പുതിയൊരു ആറ്റം വന്ന പോലെ. പുതിയതല്ല, ആ ആറ്റം തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ വേക്കൻസി ഡിഫക്റ്റ് വന്നു എന്നും പറയാം, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് വന്നു എന്നും പറയാം. ആസ് എ റിസൾട്ട് നമുക്ക് ഏത് ഡിഫക്റ്റ് ആണെന്ന് പറയാം? ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ഫോം ചെയ്തു എന്ന് പറയാം. നിങ്ങൾ നോക്കി, ഇവിടെ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താ? ഉള്ള ആള് തന്നെയാണ് കയറിയിരുന്നത് അല്ലെ, ഉള്ളത് പുറത്ത് പോയിട്ടില്ല. ക്രിസ്റ്റലിന്റെ അകത്ത് തന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. സോ ഡെൻസിറ്റി എന്ന് പറയുന്നതിന് എന്തുണ്ടാവില്ല? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഡെൻസിറ്റിക്ക് നോ ചേഞ്ച്, യാതൊരു ചേഞ്ചും ഡെൻസിറ്റിക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രങ്കൽ ഡിഫക്റ്റിനെ പറ്റി പറഞ്ഞത്? ഫ്രങ്കൽ ഡിഫക്റ്റ് വരുന്നുള്ള കണ്ടീഷൻ കാറ്റയോണിന്റെ സൈസ് ആനയോണിന്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് വരിക. പിന്നെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? കാറ്റയോൺ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സാകും, എന്നിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. സോ വേക്കൻസിയും വന്നു, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യുകയും ചെയ്തു. ആസ് എ റിസൾട്ട് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണെന്ന് ഇതിനെ പറയാം. ഡെൻസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. ക്ലിയർ ആണോ? അപ്പോ അങ്ങനെയുള്ള ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കുറച്ചു പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. സിങ്ക് സൾഫൈഡ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? സിങ്ക് സൾഫൈഡ് എന്തുകൊണ്ടാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്? ഓക്കെ, ബൈ ദ സിങ്ക് സൾഫൈഡ് ഷോസ് ദ ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റിന് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ദ സൈസ് ഓഫ് സിങ്ക് 2+, അതാണല്ലോ കാറ്റയോൺ. ദ സൈസ് ഓഫ് ദ സിങ്ക് 2+ മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് നമ്മുടെ ആനയോൺ ഏതാ? സൾഫൈഡ് അയോൺ. Therefore ഇറ്റ് ഷോസ് ഏത് ഡിഫക്റ്റ് ആണ്? ഇറ്റ് ഷോസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ സിങ്ക് സൾഫൈഡ് പോലുള്ള ക്രിസ്റ്റൽസിന്റെ പേര് തന്നിട്ട് എന്തുകൊണ്ട് ഇത് ഫ്രങ്കൽ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്നേക്കുന്ന ചോദ്യത്തിലെ കാറ്റയോണിന്റെ പേര് മെൻഷൻ ചെയ്യണം. അത് സ്മോളർ ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. സോ സിങ്ക് സൾഫൈഡ്, AgBr, AgCl ഇങ്ങനെയുള്ള എല്ലാ ക്രിസ്റ്റൽസും ഏത് കാണിക്കുന്നുണ്ട്? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. സൈസിന് എന്തുണ്ടാവണം? ലാർജ് ഡിഫറൻസ് ഉണ്ടാവണം. അതായത് കാറ്റയോൺ ചെറുതായിരിക്കണം, ആനയോൺ കുറച്ചും കൂടെ വലുതായിരിക്കണം. പിന്നെ വേക്കൻസി ഡിഫക്റ്റും ഉണ്ടായി, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടായി. ഇത് പൊസിഷൻ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും പേര് വന്നു. ഡെൻസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇപ്പൊ ക്ലിയർ ആണോ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന്? എക്സാമിന് ഏതെങ്കിലും ഒന്നെങ്കിൽ ഫ്രങ്കൽ അല്ലെങ്കിൽ ഷോർട്ട് കീ മാറി മാറി ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ഫ്രങ്കൽ ഡിഫക്റ്റ് ക്ലിയർ അല്ലേ?
ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിച്ചതുപോലെ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഡിഫക്റ്റ് ആണ് ഇതും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രങ്കൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കാറ്റയോണിന്റെ സൈസ് മച്ച് സ്മോളർ ആയിരിക്കണം എന്ന്. ഇവിടെ അങ്ങനെയല്ല, ആനയോണിന്റെയും കാറ്റയോണിന്റെയും സൈസ് ഏകദേശമെങ്കിലും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. സൈസ് ഓഫ് ആനയോണിന്റെ സൈസും അതുപോലെ തന്നെ കാറ്റയോണിന്റെ സൈസും എങ്ങനെയായിരിക്കണം? അപ്രോക്സിമേറ്റ്ലി എങ്കിലും ഈക്വൽ ആണെങ്കിലാണ് ഏത് ഡിഫക്റ്റ് കാണിക്കുക? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. പൊതുവെ ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റൽസ് ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ ഏതാ കാണിക്കുന്നത്? ഈ പറയുന്ന ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ AgBr, സിൽവർ ബ്രോമൈഡ്, ഇതെല്ലാം ഏത് കാണിക്കുന്നതാണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ AgBrനെ ഞാൻ ഫ്രങ്കൽ ഡിഫക്റ്റിലും എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി പറയാം. അതിനു മുമ്പ് അപ്പൊ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആനയോണിന്റെ സൈസും കാറ്റയോണിന്റെ സൈസും അപ്രോക്സിമേറ്റ്ലി എങ്കിലും ഈക്വൽ ആവുമ്പോഴാണ് ഏത് ഡിഫക്റ്റ് കാണിക്കുക? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ദാ ഞാൻ നേരത്തെ വരച്ച പോലെ ക്രിസ്റ്റൽ സിസ്റ്റം വരയ്ക്കുകയാണ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇതാ അവിടെ വട്ടം വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാനിപ്പോ ഈ വരച്ചേക്കുന്ന ക്രിസ്റ്റൽ സിസ്റ്റത്തില് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദാ ഇവിടുന്ന് ഒരു പോസിറ്റീവ്, ദാറ്റ് മീൻസ് കാറ്റയോൺ മിസ്സായി വിചാരിച്ചു. ആ മിസ്സായിട്ട് ഞാൻ വട്ടം വരയ്ക്കാം. ഓക്കെ, അവിടുന്ന് ഒരു കാറ്റയോൺ മിസ്സായി വിചാരിച്ചോളാം. അപ്പൊ അതിനനുസൃതമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ആനയോൺ മിസ്സാവും. ഒരു കാറ്റയോൺ മിസ്സായപ്പോ ഒരു ആനയോൺ മിസ്സായി. അതാണ് ശരിക്കും എന്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് മിസ്സിംഗ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. സപ്പോസ് 2 കാറ്റയോൺ മിസ് ആയിട്ടുണ്ടെങ്കിൽ എത്ര ആനയോൺ മിസ്സാവും? 2 ആനയോൺസ് മിസ്സാവും. അപ്പൊ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് മിസ്സിംഗ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഈക്വൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവിടെ? പോസിറ്റീവ് പോയി നെഗറ്റീവും പോയി. അപ്പൊ ഈക്വൽ ആയിട്ട് പോകുമ്പോൾ അവിടെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കുക. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എപ്പോഴും എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ ഡെൻസിറ്റി? ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഷുവർ എന്ത് ചെയ്യും? കുറയും അല്ലേ? കാരണം ഒരാൾ പോയി അടുത്ത ആളും പോയി. അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയും. ക്ലിയർ ആണോ? അപ്പൊ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ, സൈസ് ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ ഷുഡ് ബി എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. ദെൻ എന്താ പ്രത്യേകത? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് ഏത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. പ്ലസ് അയോൺ, കാറ്റയോൺ എത്രണ്ണം മിസ്സായോ അത്രയും ആനയോൺസും മിസ്സാവും. ദെൻ ഡെൻസിറ്റി എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. നമ്മുടെ യൂഷ്വൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതിൽ ഏകദേശം 10⁶ ഷോർട്ട് കീ പെയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. യൂഷ്വൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലില് 10⁶ ഷോർട്ട് കീ പെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഉപ്പ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഉപ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഉപ്പ് ശരിക്കും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണത്. നമ്മൾ വാങ്ങി കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു ഇതറിയാം നിങ്ങൾക്ക്. അത് തന്നെ നമ്മൾ അശ്രദ്ധമായിട്ട് കുറച്ച് തുറന്നൊക്കെ വെക്കുക, അല്ലെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് വെച്ചു വിചാരിക്കുക. വെള്ളം കോരി ഒഴിക്കുന്നതല്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? അലുത്ത് വരും. ആ കൊണ്ടുവന്ന ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അത് ശരിക്കും അതിന് ഡിഫക്റ്റ് വരുന്നതാണ്. ഏത് ഡിഫക്റ്റ് ആണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. 10⁶ ഷോർട്ട് കീ പെയേഴ്സ് അവിടുന്ന് മിസ്സാവുന്നുണ്ട്. അതായത് കാറ്റയോണും ആനയോണും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്ത് പോകുന്നുണ്ട്? മിസ്സായി പോകുന്നുണ്ട്. അങ്ങനെ വരുന്ന ഡിഫക്റ്റ് ആണ് എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. സോ ഉപ്പിന്റെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അത്രയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് CBSEക്ക് ആണുള്ളത്. സ്റ്റേറ്റ് സിലബസിന് ആപ്ലിക്കേഷൻ ലെവലിൽ അത്രയും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എന്നാലും അറിഞ്ഞിരിക്കുക ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന്. എന്താ? സോഡിയം ക്ലോറൈഡ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം നമ്മുടെ ഉപ്പിനുണ്ടാവുന്നത് ഏത് ഡിഫക്റ്റ് ആണ്? സോഡിയം ക്ലോറൈഡ് ആണത്. അതുകൊണ്ട് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫക്റ്റും കാണിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ 2 ഡിഫക്റ്റും കാണിക്കുന്ന ക്രിസ്റ്റലിന്റെ പേര് പറയാൻ ചോദിക്കാറുണ്ട്. ഏതാണ്? സിൽവർ ബ്രോമൈഡ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സിൽവർ ബ്രോമൈഡ് നമ്മുടെ ആദ്യം അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആയിരിക്കും. സിൽവർ ആൻഡ് ബ്രോമൈഡ് രണ്ടിന്റെയും സൈസ് ഈക്വൽ ആയിരിക്കും. ദെൻ അതിന് ശേഷം കുറെ നാൾ എന്ന് വെച്ചാൽ പുതിയ ന്യൂലി ഓപ്പൺഡ് ബോട്ടിലും കുറെ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ന്യൂലി ഓപ്പൺഡ് ബോട്ടിൽ ഏകദേശം സിൽവറിന്റെയും ബ്രോമിന്റെയും ഒക്കെ സൈസ് ഈക്വൽ ആയിരിക്കും. ദെൻ അപ്പൊ കാണിക്കുന്ന ഡിഫക്റ്റ് ആണ് ഇത്? ഷോർട്ട് കീ. പിന്നെ അത് നമ്മൾ അശ്രദ്ധമായിട്ട് സൂക്ഷിക്കാതെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ലാബിൽ വെക്കുന്ന സാധനമാണ് ഈ സിൽവർ ബ്രോമൈഡ് ഒക്കെ അല്ലേ?
നിങ്ങളിപ്പോൾ സോൾട്ട് അനാലിസിസ് ഒക്കെ സ്കൂളിൽ പോയി ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം സോൾട്ട് അനാലിസിസിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് ഓപ്പൺ ചെയ്യും എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം കുറേ കാലപ്പഴക്കം വരുംതോറും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് സിൽവറിന്റെ ഒക്കെ സൈസിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ വരും. സിൽവറിന്റെ ആ സൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അപ്പൊ സൈസ് കാറ്റോണിന്റെ സൈസ്, സിൽവറിന്റെ സൈസ് കുറഞ്ഞു വന്നു തുടങ്ങുമ്പോൾ അത് കാണിക്കുന്ന ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട്കി ആൻഡ് ഫ്രെങ്കൽ രണ്ട് ഡിഫക്റ്റും കാണിക്കുന്ന ഒരേ ഒരു ക്രിസ്റ്റലേ ഉള്ളൂ. ഏതാണ്? സിൽവർ ബ്രോമൈഡ്. ക്ലിയർ ആണോ? അതിന്റെ കൂടുതൽ പ്രാക്ടിക്കൽ ലെവലുള്ള കാര്യങ്ങൾ അല്ലെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഇവിടെ പ്ലസ് 2 ലെവലിൽ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഡിഫക്റ്റ് ആണ് പഠിച്ചത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഏതൊക്കെയാ പഠിച്ചത്? നോൺ അയോണിക് സോളിഡ്സിലും അയോണിക് സോളിഡ്സിലും പഠിച്ചു. നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഏതൊക്കെയായിരുന്നു? വേക്കൻസി ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ. അയോണിക് സോളിഡ് കാണിക്കുന്ന ഏതായിരുന്നു? ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട്കി. ക്ലിയർ ആണോ രണ്ടും? അപ്പൊ ഇതിൽ ഫ്രെങ്കലോ ഷോർട്ട്കിയോ മിക്കവാറും തന്നെ ചോദിക്കാറുണ്ട്. മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ പോയിന്റ് ഡിഫക്റ്റിലെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി അതിൽ തന്നെ സെക്കൻഡ് നമ്മൾ പഠിച്ചതാണ് ഏതായിരുന്നു? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതും കൂടെ പറയാം. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണെന്നും കൂടെ ശ്രദ്ധിച്ചു. ഡിഫക്റ്റിലെ തന്നെ രണ്ടാമത്തെ ഡിഫക്റ്റ് ആയ ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പൊ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാ ഞാൻ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത് ഏത് ക്രിസ്റ്റലാ? Na+Cl- എഴുതിയിട്ടുണ്ട്. ഉറപ്പായും ഇത് ഏത് ക്രിസ്റ്റൽ ആയിരിക്കും? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. ഇനി നിങ്ങൾ നോക്കിക്കോളാം, ഇതിലേക്ക് ഞാൻ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യാൻ പോവാണ്. ഏതാ ആഡ് ചെയ്യാൻ പോകുന്നത്? സ്ട്രോൺഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഇതിനകത്ത് എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? Na, ഇത് സ്ട്രോൺഷ്യം. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ക്ലോറിൻ. ആനിയോണിന് വ്യത്യാസമില്ല, കാറ്റോണിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നല്ല ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണ്. പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. അതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്തത്? സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, Na+യുടെ ചാർജ് അറിയാലോ, +1 ആണ്. സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലോറിന് -1 ആണ്. അപ്പൊ ഇവിടെ -2 വരണം. അങ്ങനെയാണ് സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് എന്തായിരിക്കും? +2 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക സോഡിയത്തിന്റെ ചാർജ് +1 ആണ്, സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് എത്രയാണ്? +2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന സോഡിയം ക്ലോറൈഡിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? സ്ട്രോൺഷ്യം ക്ലോറൈഡ്. അതായത് നമ്മുടെ ഇംപ്യൂരിറ്റി ഏതാണ്? സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും 2 Na+ അങ്ങ് മിസ്സാവും. ഇതാ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു Na+ പോയി, ഇവിടെ ഉള്ള ഒരു Na+ പോയി. കണ്ടോ, രണ്ടിടത്ത് Na+ ഉണ്ടായിരുന്നു. ആ 2 Na+ ഞാൻ മാറ്റി. പകരം ഒരു സ്ട്രോൺഷ്യം 2+ വരും. ഒരു സ്ട്രോൺഷ്യം 2+. നോക്കിക്കേ, സ്ട്രോൺഷ്യം 2+ വന്നു. 2 Na+ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 Na+. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് പോയി നോക്കിക്കേ. പോസിറ്റീവ് ചാർജ് 2 അല്ലേ പോയത്? പകരം എത്ര പോസിറ്റീവ് ചാർജ് വന്നു? 2. ഒരൊറ്റ എലമെന്റ്, ഒരൊറ്റ ആറ്റം വന്നുള്ളൂ. പക്ഷെ അതിന്റെ ചാർജ് എത്രയാ? 2+ തന്നെ. അപ്പൊ ഇത് ഇലക്ട്രിക്കലി എന്താണെന്ന് പറയാം? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം 2 സോഡിയം പ്ലസ് പോയി, പകരം ഒരു സ്ട്രോൺഷ്യം 2+ ആണ് വന്നത്. 2+ ചാർജ് വന്നു. സോ അപ്പൊ ഇത് ഇലക്ട്രിക്കലി എന്താണെന്ന് നമുക്ക് പറയാം? ന്യൂട്രൽ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ നോക്കിക്കേ, എന്താണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്? സോഡിയം ക്ലോറൈഡ് പോലെ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്റ്റലില് സ്ട്രോൺഷ്യം ക്ലോറൈഡിന്റെ സാന്നിധ്യം വന്നാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ വന്നാൽ എന്ത് സംഭവിക്കും? അവിടുന്ന് 2 sodium ions replaced by a single strontium 2+. ഒരു സിംഗിൾ സ്ട്രോൺഷ്യം 2+, 2 Na+ അയോൺസിനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അങ്ങനെയുള്ള ഡിഫക്റ്റ് ആണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ, ഇതിന് നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്കുകളൊക്കെ ഇല്ലേ, നോട്ട്ബുക്കിന്റെ പേപ്പറുകൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പം നല്ല വൈറ്റ് കളറിലൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ അഴുക്കാക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന്റെ കളർ മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ നിന്ന് മാറിയൊരു ക്രീമോ യെല്ലോ പോലത്തെ കളറൊക്കെ ആയിട്ടുണ്ടാവും. അത് തന്നെ പെട്ടിയിലൊക്കെ ആക്കി കുറേ നാളത്തേക്ക് എടുത്തു വെച്ചു. മീൻസ് ആ പഠിത്തം കഴിഞ്ഞു, എടുത്തു വെച്ചു. പിന്നെ ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്താ സംഭവിക്കുക? കളറിന് ചെതലൊക്കെ ഉണ്ടാവും, അതല്ല ഉദ്ദേശിച്ചത്. കളറിന് എന്ത് വന്നിട്ടുണ്ടാവും? വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ വ്യത്യാസം വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് കാരണം ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ CBSE നമ്മൾ പൊതുവെ അവിടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നോർമലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റലിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. ഇപ്പൊ ആഡ് ചെയ്തത് NaClലേക്ക് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണ്. ഇതുപോലെ തന്നെ ഒരു പെയറാണ് സിൽവർ ക്ലോറൈഡ് വിത്ത് കാഡ്മിയം ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡിൽ സിൽവർ ആയിരിക്കുമല്ലോ കാറ്റയോൺ. ഇത് +1 ചാർജ് ആണ്. 2 Ag+നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും? ഒരു കാഡ്മിയം 2+ വരും. ഇവിടെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇപ്പൊ ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത് കളർ ചേഞ്ച് ഉണ്ടാക്കും. ഭയങ്കര കളർ ചേഞ്ച് ഒന്നും ആയിരിക്കില്ല. നോർമലി ഒരു ചെറിയ കളർ ചേഞ്ച് ഒക്കെ ഏതിനുണ്ടാവും? ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന് ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പോയിന്റ് ഡിഫക്റ്റില് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും പഠിച്ചു, ഇംപ്യൂരിറ്റി ഡിഫക്റ്റും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഇനി അതെന്താണ്? നമുക്ക് പോയിന്റ് ഡിഫക്റ്റിൽ തന്നെ മൂന്നാമത്തതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് എന്ത് വരുന്നു? ഇംബാലൻസ് വരുന്നു. അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പഠിക്കാം. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ. ഒന്ന്, ഫസ്റ്റ് വൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആദ്യത്തേതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അപ്പൊ ഓർത്തിരിക്കുക, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, അടുത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് നോക്കാം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് FeO. അയൺ ഓക്സൈഡിന്റെ ക്രിസ്റ്റൽസ് എടുത്തു വിചാരിച്ചോളാം. അയൺ ഓക്സൈഡിന്റെ ക്രിസ്റ്റൽസ് ആരായിരിക്കും ഉണ്ടാവുക? അയണും ഓക്സിജനും. അയണിന്റെ ചാർജ് Fe2+ ആണെന്ന് അറിയാം, ഓക്സിജന്റെ ചാർജ് 2- ആണെന്ന് നമുക്കറിയാം. അപ്പൊ Fe2+ O2-, Fe2+ O2-, ഇങ്ങനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? FeOയുടെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. Fe2+ O2-, Fe2+ O2-, അതുപോലെ തന്നെ Fe2+ O2-, ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഏത്? നമ്മുടെ FeO ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ Fe2+ അയോൺസ് ഉണ്ടല്ലോ, ഈ Fe2+ അയോൺസിന് ചിലപ്പോൾ വേരിയേഷൻ വന്ന് ഇത് Fe3+ ആവും. മൊത്തം അല്ല പറയുന്നത്, ഏതെങ്കിലും ഒന്നിന് വേരിയേഷൻ വന്നത് എന്തായി മാറും? Fe3+ ആയിട്ട് മാറും. ഓക്കെ, Fe2+ എന്നുള്ളത് ഇപ്പൊ എന്തായിട്ടാണ് മാറിയത്? Fe3+ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് Fe2+ എന്നുള്ളത് എന്തായി ചേഞ്ച് ചെയ്തു? Fe3+ ആയിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെ മൊത്തം അല്ല, എവിടെയെങ്കിലും. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ അതിന്റെ സ്റ്റോഷിയോമെട്രി തെറ്റിയില്ലേ? നോക്കിക്കേ, നോർമലി Fe2+ O2- ആയിരുന്നു. കാര്യം Fe തന്നെയാണുള്ളത്, പക്ഷെ അവിടെ ശരിക്കും ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ 2+ അയോണും 3+ അയോണും ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമ്മൾ Fe2+ ഫെറസ് ആണ്, ശരിക്കും Fe3+ എന്ന് പറഞ്ഞാലോ ഫെറിക്കാണ്. അപ്പോൾ അതിന്റെ ഒരു കോമ്പോസിഷന് വ്യത്യാസം വന്നു. അങ്ങനെ വരുന്ന ഡിഫക്റ്റ് ആണ് ശരിക്കും നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റിന് ഇപ്പൊ നമ്മൾ FeOയുടെ കേസിൽ പറഞ്ഞത് ഏത് ഡിഫക്റ്റ് ആണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പൊ എന്താ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് മനസ്സിലായോ? അതായത് FeO ക്രിസ്റ്റൽ എടുത്തു, Fe2+ഉം O2-, Fe2+ O2- റെഗുലറായി അറേഞ്ച് ചെയ്തിരിക്കുമായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു Fe2+ അയോൺസിന് കോമ്പോസിഷൻ വേരിയേഷൻ വരും. അതായത് ഒരു ഇലക്ട്രോൺസിനെ മിസ് ചെയ്ത് അത് എന്തായി മാറും? Fe3+ ആയിട്ട് മാറി. ആസ് എ റിസൾട്ട് FeO ക്രിസ്റ്റൽ തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷെ എന്തിന് വ്യത്യാസം വന്നു? കോമ്പോസിഷന് വ്യത്യാസം വന്നു. Fe2+ ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ അതിൽ ചിലപ്പോൾ 1-2 Fe3+ ആയിട്ട് വേരിയേഷൻ വന്നു. സോ അങ്ങനെ വരുന്ന ഡെഫിഷ്യൻസി ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഏതിന്റെ വരുന്നതാണ്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് നോൺ സ്റ്റോഷിയോമെട്രിയിൽ വന്നതെന്ന് മനസ്സിലായോ? ആ സ്റ്റോഷിയോമെട്രി എന്ത് ചെയ്യുന്നില്ല? മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് ഇംബാലൻസ് ആയി പോയതുകൊണ്ടാണ് അതിനെ നോൺ സ്റ്റോഷിയോമെട്രിക്കിൽ പെടുത്തിയേക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഡിഫക്റ്റിൽ അടുത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാൻ കാരണം എന്താണെന്ന് നോക്കാം. 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ആനയോൺ വേക്കൻസി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് വരാറുണ്ട്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാറുണ്ട്. ആനയോൺ വേക്കൻസി. രണ്ടാമത്തത് എക്സ്ട്രാ കാറ്റയോൺ.
എക്സ്ട്രാ കാറ്റയോൺ. എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോഴും ഏത് ഡിഫക്റ്റ് വരാറുണ്ട്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് രീതിയിൽ വരാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി ആൻഡ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. അപ്പൊ രണ്ടും എന്താണെന്ന് നമുക്ക് പഠിക്കണം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുക്കാം. എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അപ്പൊ ആനിയോൺ വേക്കൻസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുക്കുകയാണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ എന്താ ഉണ്ടാവുക? സോഡിയം പ്ലസും Cl മൈനസും. Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, അങ്ങനെ Na പ്ലസും Cl മൈനസും അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റലാണ്. ഇതിനെ നമ്മൾ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഏത് വേപ്പറിന്റെയാണ്? സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഡിയം വേപ്പറിലെ സോഡിയം ആറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം വന്ന് ഈ ക്രിസ്റ്റലിന്റെ സർഫസിൽ വന്ന് എന്ത് ചെയ്യും? പറ്റിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം സർഫസിൽ വരും. ആരാ? ഈ സോഡിയം വേപ്പറിലെ സോഡിയം മുഴുവൻ ഈ സർഫസിലേക്ക് വരും. ഇവിടെ നിറച്ചും വന്ന് ആര് വന്നിരുന്നു? ഈ സോഡിയം വേപ്പറിലെ സോഡിയം വന്ന് ഈ ക്രിസ്റ്റലിനെയാണ് നമ്മൾ ചൂടാക്കിയത്. എന്ത് വെച്ച്? സോഡിയം വേപ്പർ കൊണ്ട്. അപ്പം ഈ ക്രിസ്റ്റലിന് മുഴുവൻ സോഡിയം ഉള്ളിലേക്കല്ല കേട്ടോ, സർഫസിൽ എന്ത് വന്നിരുന്നു? ഈ സോഡിയം ആറ്റംസ് വന്നിരുന്നു. ഓക്കെ, അപ്പൊ യൂഷ്വലി നമുക്കറിയാം എപ്പോഴും എങ്ങനെയാണ്? ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് വേണം എന്ന് തോന്നും. അതുപോലെയാണ് ഇവിടുത്തെ നമ്മുടെ ക്ലോറിൻ. ഇവിടെ ഇരിക്കുന്ന ക്ലോറിന്റെ ഒക്കെ കണ്ണ്, അല്ലെങ്കിൽ ക്ലോറിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോറിന്റെ കണ്ണ് ഈ അടുത്തുള്ള സോഡിയത്തിൽ നിന്ന് നേരെ ഏത് സോഡിയത്തിലേക്ക് പോകും? പുതിയതായി വന്ന സോഡിയത്തിലേക്ക് പോകും. പുതിയ സോഡിയം വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇതിനേക്കാൾ ബെറ്റർ ആണ് അതെന്നുള്ള രീതിയിൽ ഈ ക്ലോറിൻ മുഴുവൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നേരെ ഡിഫ്യൂസ് ചെയ്ത് എല്ലാ ക്ലോറിനും പോകണമെന്നില്ല കേട്ടോ, ചില ക്ലോറിൻ അവിടെ തന്നെ ഇരിക്കും. അല്ലാത്ത ചിലത് എന്ത് സംഭവിക്കും? ഇവിടെ താഴെ ഉണ്ടായിരുന്ന, അതായത് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് പുതിയ സോഡിയത്തിന്റെ അടുത്തേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? പുതിയ സോഡിയത്തിന്റെ അടുത്ത് പോകും. അപ്പൊ ഈ മുകളിലിരിക്കുന്നത് ഇപ്പൊ എന്താണ്? സോഡിയം ആറ്റമാണ്. സോഡിയം ആറ്റമാണ്. ആ സോഡിയം ആറ്റം എന്ത് ചെയ്യണം? ഈ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഈ അകത്തുനിന്ന് വന്നില്ലേ ക്ലോറിനയോ, ഈ വന്ന ക്ലോറിനും അയോണുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ സോഡിയം എന്തായി മാറണം? അയോൺ ആയിട്ട് മാറണം. അപ്പൊ സോഡിയം എന്തായി മാറും? Na പ്ലസ് ബൈ ലോസിങ് 1 ഇലക്ട്രോൺ. മനസ്സിലായോ? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനെ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി? സോഡിയം ആറ്റംസ് ഒക്കെ വന്ന് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന്റെ മോളിൽ, സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ആസ് എ റിസൾട്ട് മര്യാദക്കിരുന്ന സോഡിയം ക്ലോറൈഡിലെ ക്ലോറിൻ അയോൺസിന് എന്ത് പറ്റി? ചിലർക്ക് ഡിഫ്യൂഷൻ സംഭവിച്ചു. അവർക്ക് പുതിയ സോഡിയത്തിന്റെ അടുത്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായി. സോ അപ്പൊ അവരിവിടെ നേരെ എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തു? ആ സോഡിയത്തിന്റെ അടുത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോയി. ഓക്കെ, അവിടെ പോയി ഡിഫ്യൂസ് ചെയ്ത് ചെന്നപ്പോ സോഡിയം കമ്പൈൻ ചെയ്യണമല്ലോ. കമ്പൈൻ ചെയ്യണമെങ്കിൽ സോഡിയം ആറ്റമായിട്ടിരിക്കുമ്പോൾ കമ്പൈൻ ചെയ്യില്ല, അയോൺ ആവണം. അതിനുവേണ്ടി ഇവിടെ ഇരുന്ന സോഡിയം എന്തായി മാറി? സോഡിയം അയോൺ ആയിട്ട് മാറി ബൈ ലോസിങ് 1 ഇലക്ട്രോൺ. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ ഈ മുകളിലേക്ക് പോയ ക്ലോറിനുമായിട്ട് ചേർന്ന് ഇവിടെ എന്തുണ്ടായിട്ടുണ്ടാവും? ഒരു സോഡിയം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടോ, പാവം ക്ലോറിൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്ത് വന്നു? വേക്കൻസി വന്നു. അത് ഏതാ? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ആനിയോൺ ആണല്ലോ. അതാണ് ഈ ആനിയോൺ വേക്കൻസി എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന്റെ അകത്തുള്ള ക്ലോറിൻ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് സോഡിയത്തിന്റെ അടുത്ത് പോയപ്പോ ആനിയോൺ വേക്കൻസി ഫോം ചെയ്തു. ക്ലോറിൻ ആണ് ആനിയോൺ, അതുകൊണ്ട് അവിടെ എന്ത് ഫോം ചെയ്തു? ആനിയോൺ വേക്കൻസി ഫോം ചെയ്തു. ഓക്കെ, ദെൻ അപ്പൊ ഈ സോഡിയം അയോൺ ആയി മാറിയപ്പം 1 ഇലക്ട്രോൺ റിലീസ് ചെയ്തു എന്നല്ലേ? ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എന്നാ പിന്നെ ക്ലോറിൻ അങ്ങോട്ട് പോയി, ഞാൻ ഇവിടേക്ക് വരാമെന്നും പറഞ്ഞ ഈ ഇലക്ട്രോൺ വന്ന് എവിടെ വന്ന് ഒക്യുപ്പൈ ചെയ്യും? ആനിയോണിന്റെ സൈറ്റിൽ ആര് വന്ന് ഒക്യുപ്പൈ ചെയ്തു? ഇലക്ട്രോൺ വന്ന് ഒക്യുപ്പൈ ചെയ്തു. അങ്ങനെ ആനയോൺ സൈറ്റ് ട്രാപ്ഡ് ബൈ ഇലക്ട്രോൺ. ആനിയോണിന്റെ സൈറ്റിൽ ആര് വന്ന് ട്രാപ്പ് ആയതു? ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അവിടെ ഒരു ഇലക്ട്രോൺ വന്ന് ഒക്യുപ്പൈ ചെയ്തു. ഇങ്ങനെ ആനയോണിന്റെ സൈറ്റിൽ എത്ര ഇലക്ട്രോണാ? 1 ഇലക്ട്രോൺ ആണ് കേട്ടോ. ഒരു ക്ലോറിൻ പോയി, അവിടെ ഒരു ഇലക്ട്രോൺ വന്നു. അങ്ങനെ ആനയോൺ സൈറ്റില് 1 ഇലക്ട്രോൺ വന്നിരുന്നാൽ അതിനെ പറയുന്ന പേരാണ് എഫ് സെന്റർ. എന്താ പറയാ? എഫ് സെന്റർ. ഓക്കെ, ഫാർബൻ സെന്റർ എന്നാണ് ജർമ്മൻ വേർഡ്, അതിൽ നിന്നാണ് എഫ് സെന്റർ എന്നുള്ള വേർഡ് വന്നത്. ആനിയോൺ വേക്കൻസിയുടെ പൊസിഷനിൽ ആര് വന്നു?
ഒരു ഇലക്ട്രോൺ വന്നു. ആ ഇലക്ട്രോൺ എവിടുന്നാ വന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സോഡിയം ആറ്റത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഇലക്ട്രോൺ ആണത്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എഫ് സെന്റർ. ആൻ അൺപെയർഡ് ഇലക്ട്രോൺ occupied by the anion site. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് എഫ് സെന്റർ. ആൻ അൺപെയർഡ് ഇലക്ട്രോൺ occupied by the anion site. അതിനെ പറയുന്ന പേരാണ് എഫ് സെന്റർ. ഈ ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് വന്നല്ലോ, ആനിയോൺ വേക്കൻസി ഉള്ള ഭാഗത്തേക്ക് വന്നില്ലേ, അപ്പൊ ഇത് വിസിബിൾ ലൈറ്റിൽ നിന്ന് കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സൈറ്റേഷൻ നടക്കാൻ വേണ്ടി വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ബാക്കി കളറായിട്ട് എമിറ്റ് ചെയ്തിട്ടാണ് വരിക. അതുകൊണ്ട് ഈ എത്ര എഫ് സെന്റർ ഉണ്ടോ അതിനനുസരിച്ച് ക്രിസ്റ്റൽ കൂടുതൽ കളർഫുൾ ആയിരിക്കും. മീൻസ് കളേഴ്സ് ഉണ്ടാവും അതിന്. അപ്പൊ പൊതുവെ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ യെല്ലോ കളർ കാണിക്കും. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ യെല്ലോ കളർ കാണിക്കും. ഇത് തന്നെ സോഡിയം ക്ലോറൈഡിന് പകരം ലിഥിയം ക്ലോറൈഡ് ആണെന്ന് വിചാരിച്ചോളൂ. ലിഥിയം ക്ലോറൈഡ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിഥിയം വേപ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പൊ ലിഥിയം ക്ലോറൈഡ് കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് കളറാണ്. ഏതാണ്? പിങ്ക് കളർ. അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ വയലറ്റ് കളർ ആയിരിക്കും കാണിക്കുക. വയലറ്റ് പേർപ്പിൾ കളറൊക്കെയാണ് ആര് കാണിക്കുക? പൊട്ടാസ്യം ക്ലോറൈഡ് കാണിക്കുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇപ്പോ? മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. എന്താണ് ആനിയോൺ വേക്കൻസി എന്ന് മനസ്സിലായോ? അപ്പൊ ആനിയോൺ വേക്കൻസി എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എഫ് സെന്റർ എന്താണെന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ സോഡിയം ക്ലോറൈഡ് ഷോസ് യെല്ലോ കളർ, പൊട്ടാസ്യം ക്ലോറൈഡ് ഷോസ് വയലറ്റ് കളർ. വൈ? മെൻഷൻ ദി റീസൺ എഴുതാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, നിങ്ങൾ ഏത് ക്രിസ്റ്റൽ എടുത്താലും അതിന്റെ തന്നെ വേപ്പർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന കാര്യം പറയുക. അപ്പോൾ ഇപ്പൊ ഞാനിപ്പം സോഡിയം ക്ലോറൈഡ് വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ KCl വെച്ചിപ്പോ ഒന്നും കൂടെ പറയാം. പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പൊട്ടാസ്യം വേപ്പറിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ദ പൊട്ടാസ്യം ആറ്റംസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സർഫസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽ. ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? ദ ക്ലോറിൻ അയോൺ ഡിഫ്യൂസസ് ടു ദി എങ്ങോട്ടാണ്? പൊട്ടാസ്യം ആറ്റം. പൊട്ടാസ്യം ആറ്റത്തിന്റെ അടുത്തേക്കാണ് ക്ലോറിൻ അയോൺ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. ആസ് എ റിസൾട്ട് പൊട്ടാസ്യം എന്ത് ചെയ്യും? പൊട്ടാസ്യം ആറ്റം എന്ത് ചെയ്യും? പൊട്ടാസ്യം അയോൺ ആയിട്ട് മാറും. ക്ലോറിൻ അയോൺ ഒറിജിനൽ സൈറ്റിൽ നിന്ന് പൊട്ടാസ്യം ആറ്റത്തിന്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ആനിയോൺ വേക്കൻസി വന്നു. ആ ആനിയോൺ വേക്കൻസിയിൽ ആരാ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നത്? ആ പൊട്ടാസ്യം ആറ്റം അയോൺ ആയപ്പോ വന്ന ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ വന്ന് ഓക്യുപ്പൈ ചെയ്യും. അങ്ങനെ ആനിയോൺ സൈറ്റിൽ ഇലക്ട്രോൺ വന്ന് ഓക്യുപ്പൈ ചെയ്താൽ ദ ആനിയോൺ സൈറ്റ് occupied by an electron is known as F center. ഓക്കെ, ആ എഫ് സെന്ററിന്റെ പ്രത്യേകത കളർ സെന്റർ ആണ്. എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ കളർ സെന്റർ ആണ്. എഫ് സെന്റർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്റ്റൽസ് എന്ത് കാണിക്കുന്നത്? കളർ കാണിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി 3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ആനിയോൺ വേക്കൻസി എന്താന്ന് പറഞ്ഞ് ചോദിക്കാം, എഫ് സെന്റർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കളറിന് കാരണം എന്താണെന്ന് ചോദിക്കാം. 3 രീതിയിൽ വന്നാലും ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ടോപ്പിക്സ് കവർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോ മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, എക്സ്ട്രാ കാറ്റോൺ. അതെന്താണ് മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്ട്രാ കാറ്റോൺ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അപ്പൊ എക്സ്ട്രാ കാറ്റോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്ക് സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ പരിചയമുള്ളതാണ്. സിങ്ക് ഓക്സൈഡ് ഇതുപോലെ തന്നെ മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ മുഖേന ഉണ്ടാവുന്നതാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വിചാരിച്ചോളൂ. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പം എന്ത് വരും? സിങ്ക് 2+ ആകും. 2+ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. കൂടാതെ ആര് റിലീസ് ചെയ്യും? ഓക്സിജൻ റിലീസ് ചെയ്യും. അപ്പൊ ജസ്റ്റ് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യാൻ വിചാരിച്ചോളാം. ഓക്കെ, നമ്മൾ Zn2+ O2 മൈനസ് Zn2+ O2 മൈനസ് Zn2+ O2 മൈനസ് ഇങ്ങനെ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ക്രിസ്റ്റലിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹീറ്റ് ചെയ്തു വിചാരിച്ചോളാം. അപ്പൊ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഓക്സിജൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്യാസ് ഫോമിൽ അത് എസ്കേപ്പ് ചെയ്തു പോകും ഓക്സിജൻ. അങ്ങനെ ഓക്സിജൻ പോകുമ്പോ ഇപ്പൊ ഈ ഓക്സിജൻ പോയി വിചാരിച്ചോളാം, ഓക്സിജൻ ഗ്യാസ് ആയിട്ട് പോയി. അപ്പൊ നോക്കുക, അത് ഇവിടെ ഒരു വേക്കൻസി വന്നല്ലോ ആ ഓക്സിജൻ പോയടുത്ത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ള സിങ്ക് അതിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കും. ഓക്സിജൻ പോയപ്പോ
സിങ്ക് അതിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് എങ്ങോട്ട് കയറിയിരുന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഡിഫക്റ്റ്, അപ്പൊ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് എങ്ങോട്ടാണ് കയറിയത്? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിഫക്റ്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ആണ് എക്സാമ്പിൾ എന്ന് ഓർത്തിരിക്കുക. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ മിസ്സാവും. ഓക്സിജൻ മിസ്സാവുമ്പോൾ ബാക്കിയുള്ള സിങ്ക് 2+ അതെന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഓക്യുപ്പൈ ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. ഇവിടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളർ ക്രിസ്റ്റൽ ആണ്. ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കളർ കാണിക്കും. സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളർ ആണ് ഡിഫക്റ്റ് വരുന്നതിന് മുമ്പ്. ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഏത് കളറായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. ഓർത്തിരിക്കുക. അപ്പൊ സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളർ ആയിരുന്നു. ഡിഫക്റ്റ് വരുമ്പോൾ അത് ഏത് കളറായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. നമ്മൾ പഠിച്ചത് ഇംപെർഫെക്ഷൻസ് ഓഫ് സോളിഡ്സ് ആയിരുന്നു. ഇംപെർഫെക്ഷൻസ് 2 രീതിയിലുണ്ട്. പോയിന്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. ക്രിസ്റ്റലിലെ ആറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 ആറ്റത്തിന് വരുന്ന ഇറഗുലാരിറ്റി കൊണ്ടുണ്ടാവുന്നതാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. പോയിന്റ് ഡിഫക്റ്റ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. സ്റ്റോഷിയോമെട്രിക്, ഇംപ്യൂരിറ്റി ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ മറ്റൊരു പേരാണ് തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. ദെൻ അത് 4 പഠിച്ചു നിങ്ങൾ. വേക്കൻസി, ഇന്റർസ്റ്റീഷ്യൽ, ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട്കി. വേക്കൻസിയും ഇന്റർസ്റ്റീഷ്യലും നോൺ അയോണിക് സോളിഡ്സും, ഫ്രെങ്കലും ഷോർട്ട്കിയും അയോണിക് സോളിഡ്സും ആണ് കാണിക്കുന്നത്. പിന്നെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് പഠിച്ചു. ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനകത്ത് എന്താണ്? ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ്. 2 +1 അയോണിനെ മാറ്റിയിട്ട് ഒരു 2+ അയോൺ വരുന്നതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റിൽ പഠിച്ചത്. ദെൻ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, അത് 2 പഠിച്ചു. മെറ്റൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റൽ എക്സസ്. മെറ്റൽ എക്സസിൽ ആനിയോൺ വേക്കൻസി ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ എഫ് സെന്റർ, അതുപോലെ തന്നെ കളറിന് കാരണം, അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കായി നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്കിലൂടെയും കമന്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്